ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളല്ലാതെ ഒരാൾ നമുക്കില്ല എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥ. ചില കാര്യങ്ങൾക്കൊക്കെ ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ മാത്രം അത് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ നിസ്സഹായരായി പോകുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ സാധിക്കൂ എന്ന് വെച്ചാൽ, ചില ആളുകൾ നമ്മൾ പ്രയാസപ്പെടുത്തുക, ചില ആളുകൾ നമുക്ക് ശല്യം ചെയ്യുക, ചില ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുക, ചില കാര്യങ്ങളെ കൊണ്ട് നമ്മൾ പ്രയാസം അനുഭവിക്കുക. ചിലപ്പോൾ അത് സാമ്പത്തികമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളിതിങ്ങനെ നിസ്സഹായരായി കണ്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. എനിക്ക് ആരുമില്ലല്ലോ, അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാനില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റൊരാൾ ഇതൊന്നും അറിയാനില്ലല്ലോ, ഇതൊന്നും മറ്റൊരാൾ നമ്മളത് കാണാനോ കേൾക്കാനോ ഇല്ലല്ലോ എന്നൊക്കെയുള്ള ആ ഒരവസ്ഥയിൽ നമ്മളിങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടൊരു ചിന്ത വരാൻ, അള്ളാഹു ഉണ്ട് എന്നെ സഹായിക്കാൻ, വേറൊരാളില്ലെങ്കിലും അള്ളാഹു ഇത് കാണുന്നുണ്ട്, അള്ളാഹു മാത്രമേ ഇതെല്ലാം സാധിപ്പിച്ചു തരാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത വരുന്ന ഒരു നിമിഷമുണ്ട്. ആ സമയം മുതൽ നമ്മൾ നമുക്കൊരു വല്ലാത്തൊരു സുരക്ഷാബോധം നമുക്ക് കിട്ടുന്നതാണ് ആ സമയത്ത്. ഇപ്പോൾ റബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അത് തന്നെയാണ്. അള്ളാഹ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ സുരക്ഷിതത്വം ഏറ്റെടുത്ത, നമ്മുടെ രക്ഷാകർത്താവായിട്ടുള്ള നമ്മുടെ നാഥനാണ് അള്ളാഹു. അപ്പം അങ്ങനെയുള്ള ആ ഒരു ചിന്ത, ഇങ്ങനെ എപ്പോഴാണോ ഈ ഒരു ചിന്ത നമുക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴാണോ ഇത് ആവർത്തിച്ച് നമുക്കിതിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് വരുന്നത്, എപ്പോഴാണോ നമ്മളിതിങ്ങനെ കാണുമ്പോൾ വല്ലാതെ ഇങ്ങനെ വേദനിച്ചു പോകുന്നത്, ആ സന്ദർഭത്തിലൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അള്ളാഹ് എന്ന ഒരു ചിന്ത നമുക്ക് വരാൻ സാധിച്ചാൽ അവിടെ ഒരു വല്ലാത്തൊരു ആശ്വാസം നമുക്ക് കിട്ടുന്നതാണെന്ന് മാത്രമല്ല, യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ് എന്നൊരു ഖുർആനിലൊരു ആയത്തുണ്ട്. യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആരാണോ അള്ളാഹുവിനെ തവക്കൽ ചെയ്തത് അവൻ അള്ളാഹു മതി എന്നുള്ള ആ ഒരു ആയത്ത് ശരിക്ക് ഒരുപാട് നമുക്ക് മുഅ്മിനീങ്ങളായ, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമുക്കത് ഒരുപാട് ആശ്വാസകരമായ ഒരു ആയത്ത് തന്നെയാണ്. ശരിക്ക് സൈക്കോളജിയിൽ ആക്സെപ്റ്റൻസ് പറയാറുണ്ട്. അതും പറയുന്നത് ഇതൊക്കെ കുറേയൊക്കെ നമ്മുടെ ആ ഉള്ള സാഹചര്യവുമായിട്ട് അതിനെ അംഗീകരിച്ച് പൊരുത്തപ്പെട്ടു പോകുന്ന അതിനെ അംഗീകരിക്കൽ മാത്രമാണ്. ആ അംഗീകരിച്ച് നമ്മളതിലുള്ള സന്ദർഭത്തെ, പ്രയാസത്തെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിനെ ഒരുവിധം ഇപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളൊരവസ്ഥയെ നമ്മൾ അംഗീകരിക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടാറുണ്ട്. ഏതായാലും നമുക്ക് അള്ളാഹുവിൽ എങ്ങനെ തവക്കുൽ ചെയ്യണം എന്നത് ഇപ്പോൾ പറഞ്ഞു വന്നത്, ചില സന്ദർഭങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഏത് രീതിയിൽ അള്ളാഹുവിനെ കാണുന്നു, ഏത് രീതിയിലാണ് നമുക്കതിനെ ക്ഷമിക്കാൻ പറ്റുന്നത്, സ്വബ്ർ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ മാത്രം കണ്ടെത്തുന്നൊരു സമയത്ത് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അംഗീകരിക്കാനും ആ ചിന്തയിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയത്താണ് ഓർക്കപ്പുറത്തായിരിക്കും നമ്മുടെ ആ ഒരു കാര്യം എത്രയോ ഭംഗിയായിട്ട് നമ്മൾ പോലും അറിയാതെ ആരെങ്കിലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട്, ഒരുപക്ഷെ നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എങ്കിൽ പോലും ആ ഒരു കാര്യം സാധിച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രയാസം നീങ്ങിപ്പോകുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം അല്ലാഹു തആല നമ്മുടെ അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.